Happiest Christmas tree, oh, 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 hee, hee, hee. Someone came and they found me and took me home again. Oh, I'm the happiest Christmas tree, oh, 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 hee, hee, hee. Look how pretty they dress me, oh, lucky, lucky me. I got shiny bells that jingle, and tiny lights that jingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm the happiest Christmas tree, Christmas Day, wait and see. I'll be laughing happily when I happiest Christmas tree. Someone came and they found me and took me home again. Oh, I'm the happiest Christmas tree. Oh, 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 hee, hee, hee. Look how pretty they dress me, oh, lucky, lucky me. I got shiny bells that jingle and tiny lights that jingle. Whenever anyone passes by, I'll blink my lights and I'll wink my eye. I'm the happiest Christmas tree, a Christmas Day, wait and see. I'll be laughing happily with a ho 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 hee hee. I'm the happiest Christmas. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells,
Vincent sir and Daisy Aunty, our headmistress Suman ma'am, dear brother Joseph, APA ex-studio member Manju, respected grandparents, parents, teachers, and my loving kids. Happy Christmas! Happy Christmas, brother. Yes, you have made this day a colorful day. നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. നമ്മളെല്ലാവരും ഈ സ്കൂളിലെ നമ്മുടെ അധ്യാപകർ, കിൻഡർ ഗാർഡനിലെ ടീച്ചേഴ്സും, അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽസ് ഷാജി സാറുണ്ട്, റോയ് സാറുണ്ട്, സുഭാഷൻ സാറുണ്ട്, എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ക്രിസ്മസ് നമുക്ക് ഏറ്റവും സന്തോഷം പറയുന്ന ഒരു അനുഭവമാണ്. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് ഉണ്ണിയേശുവിനെയാണ്. ഉണ്ണിയേശുവിന്റെ പ്രതീകങ്ങളാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം. നമ്മുടെ ഓരോ വീടുകളിലും ഉള്ള ഉണ്ണി യേശുമാർ, ഇവരെയൊക്കെ ദൈവം നമുക്ക് നൽകിയ വലിയ സമ്മാനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇവരുടെ ആ കളിയും ചിരിയും ഇവരിങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നതും നമുക്ക് തീർച്ചയായിട്ടും വലിയ ഒരു സ്നേഹത്തിന്റെ അനുഭവം. ഇന്ന് നമ്മളിവിടെ ഒന്നിച്ചുകൂടി ഈ കുഞ്ഞുമക്കളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് ഗ്രാൻഡ് പേരൻസ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അവർ ചെയ്തിട്ടുള്ള വലിയ നമുക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾ അനുസ്മരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുമ്പോൾ പേരൻസിനൊപ്പം ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെയേറെ പങ്കുവഹിക്കുന്ന ഗ്രാൻഡ് പേരൻസ്. പലപ്പോഴും ഗ്രാൻഡ് പേരൻസിയുടെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നത് കാണുമ്പോൾ ആ കൊച്ചുമക്കളോടുള്ള അവരുടെ വാത്സല്യം, അവരുടെ സ്നേഹം, അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കുടുംബ പശ്ചാത്തലത്തിന്റെ ഒരു മധുരം. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമായവര് ചില സാഹചര്യങ്ങളിലെങ്കിലും അവരെ നോക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ എത്തുന്നു. സ്ഥലത്ത് ഇല്ലാത്ത മക്കൾ, ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കുന്നവർ. അപ്പൊ ഇവിടെ ചിലപ്പോഴൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഗ്രാൻഡ് പേരൻസ് തീർച്ചയായിട്ടും നമ്മുടെ ഈ കുഞ്ഞുമക്കളിലെ, അതുപോലെ ഇവിടെയുള്ള ഈ മക്കളുടെ പേരൻസിന്റെ ഒക്കെ ആ സാന്നിധ്യം, ഞങ്ങളുടെ ആ ഒരു സ്നേഹം എല്ലാ ഗ്രാൻഡ് പേരൻസിനോട് ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. നിങ്ങളിന്നിവിടെ വന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കാണിച്ച നിങ്ങളുടെ നല്ല മനസ്സിൽ പ്രത്യേകമായിട്ട് നമുക്ക് പറയുന്നു. Let's celebrate this Christmas with joy and feel free to sit here or to go out. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂടും ഒക്കെ ആയിട്ട് പുറത്ത് പോകുന്നവർക്ക് പോകാം. അവിടെ ഫുഡ് ലൈവ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് ആരും പിടിച്ചത് വിളിക്കരുത്. കഴിക്കണമെന്ന് തോന്നുമ്പോൾ പോയി കഴിച്ചിട്ട് കയറി വരാം. പ്രത്യേകിച്ച് ഒരു സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കണ്ട. ഗ്രാൻഡ് പേരൻസ് ഒക്കെ സമയമാകുമ്പോൾ പോയി ആഹാരം കഴിക്കണം, എന്നിട്ട് കയറി വരാം, അവിടെ തന്നെ ഇരിക്കാം. Anyway, feel free here. It's not a formal celebration. We are just moving with our kids and we are here to enjoy our students, our kids programs. I think we have programs for our parents and grandparents as well. So we enjoy this evening and especially once again I wish you all a Merry Christmas and the infant Jesus bless us with all his choices, graces. Thank you very much for coming and we'll celebrate this Christmas in our home. നമ്മുടെ എല്ലാ വീടുകളിലും ക്രിസ്മസ് ആഘോഷം ഉണ്ടാകട്ടെ. ക്രിസ്മസ് എന്ന് പറയുന്നത് ഉണ്ണിയേശുവിന്റെ സാന്നിധ്യം നടക്കുന്ന അനുഭവമാണ്. അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും കടന്നു വരുന്ന പുതുവർഷത്തിന്റെയും ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു.
Reverend Father James Murashiri, the principal of the institution, and dear guests, dear parents, grandparents, and my dear children. A very Merry Christmas to each one of you. I think since she introduced me as Dr. Jerry Turuthin, I have to speak for a general English എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടറാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ ടീച്ചർ ഇങ്ങനെ കട്ടിക്കൊക്കെ പറയണം, ഞാൻ ഉപരിപഠനത്തിന് അമേരിക്കയിൽ പോകുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പം ആരാണെന്നൊക്കെ തീരുമാനിക്കണമെന്ന് എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ക്രിസ്മസും നല്ല ന്യൂ ഇയറും നല്ല ആഘോഷങ്ങളൊക്കെ സ്നേഹത്തോടെ തരുന്നു. ടീച്ചറിനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് രണ്ട് പാട്ടൊക്കെ പാടി പിള്ളേരെ കയ്യിലെടുക്കണം. കാരണം മുല്ലശ്ശേരിച്ചിടക്കിടക്ക് വേൽപൂരിയൊക്കെ പാടാറുണ്ടല്ലോ. ഞാൻ പിടിച്ച ആ വഴിക്ക് ഇത് എത്തത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോഴത്തെ പുഷ്പ 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 അറിയാമല്ലോ, അതോ അറിയത്തില്ലേ പുഷ്പ ഇത് പാടാനെ കൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഞാൻ പുഷ്പ തൂക്കിക്കൊണ്ടുപോയി. രാവിലെ ക്രിസ്മസാഘോഷം ഉണ്ടായിരുന്നു, പുള്ളി വന്നിട്ട് പുഷ്പ മൊത്തം കൊണ്ടുപോയി. പക്ഷെ നല്ല മെസ്സേജാണ്. ഐ ഷുഡ് റിപ്പീറ്റ് ദാറ്റ് സെയിം. ക്രിസ്മസിനുള്ള ഏറ്റവും നല്ല മെസ്സേജ് പുഷ്പ തരും. പുഷ്പന ഏറ്റവും വലിയ ഞാൻ താഴെ കൊടുത്തിരുമ്പോൾ നല്ല വേണ്ടിയാണ് പുഷ്പനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. പുഷ്പയുടെ വലിയ ഡയലോഗ് തോടത്തിണ്ടോ അങ്ങനല്ലേ അല്ലേ, താഴത്തിണ്ടടാന്ന് പറയത്തില്ലേ. എന്നാൽ ക്രിസ്മസ് എന്താ? ക്രിസ്മസ് മുകളിൽ നിന്ന് ഏറ്റവും വലിയ ദൈവം താഴത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെക്കാളും ചെറിയവനായി തീർന്ന ആഘോഷത്തിന്റെ പേരാണ് ക്രിസ്മസ്. എനിക്ക് താഴാം. ക്രിസ്മസ് is equal to the virtue of humility. The virtue of humility is the action and the ultimate message of Christmas. ഞാൻ ഈ പുഷ്പം ഒന്നും രണ്ടും കണ്ടപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് തിരിച്ചു പോയി കണ്ടാലേ ഇതെല്ലാം അഹങ്കാരത്തിന് പുറത്തുന്ന കളികൾ മാത്രമേ ഉള്ളൂ. ബട്ട് ഹിയർ the entire meaning is humility. അതാണ് ഒന്നാമത് മെസ്സേജ്. രണ്ടാമത് ഞാനിങ്ങനെ ഒരു പാട്ട് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു പാട്ട് കാത്ത് മേലെ കാത്ത് കീഴ് കാത്ത് സൈഡ് കാത്ത് റൈറ്റ് ആ പാട്ട് കേട്ടില്ലേ? ഞാൻ ഈ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. കാത്ത് മേലെ കാത്ത് കീഴ് കാത്ത് റൈറ്റ് കാത്ത് നല്ല പാടല്ലായിരുന്നു. നിങ്ങളൊക്കെ റീൽസ് തെറ്റുന്ന പാടല്ല. എനിക്കൊന്നും അത് ഇപ്പൊ നോക്കിയേ, കാറ്റ് മുകളിൽ കാറ്റ് താഴെ കാറ്റ് സൈഡില് കാറ്റ് റൈറ്റില് വീട്ടില് കാറ്റടിക്കുന്ന ബിരിയാണിയുടെ മണം വരണ കച്ചമാങ്ങ കൂട്ട് പോട്ടുമാ, അതാണ് പാട്ട്. എപ്പോഴും നോക്കിയാലും കാറ്റ് കാറ്റ് കാറ്റ്. സി ഇന്നവിടെ എന്ത് നോക്കിയാലും എപ്പോഴും നോക്കിയാലും സ്റ്റാർ ക്രിസ്മസ് ഈശോ, ഇതാണ് ക്രിസ്മസ്. ഇപ്പൊ എപ്പോഴും നോക്കിയാലും നിങ്ങൾ കേരളത്തിൽ ക്രിപ്പ് കണ്ടില്ല? ക്രിപ്പ് ക്രിപ്സെറ്റ്, ആ ക്രിപ്സെറ്റ് വെച്ചാൽ മതിയാവും. അതിന് നല്ല മെസ്സേജ് ഉണ്ട്. എല്ലാ ക്രിപ്പിലും കുറെ താരങ്ങൾ നിൽപ്പുണ്ടല്ലോ, കുറെ ആൾക്കാർ നിൽക്കുന്നു അല്ലെ? ക്രിപ്പിൽ ആരൊക്കെ ഉണ്ട്? ക്രിപ്പിൽ ഏറ്റവും മുകളിൽ ഒരു ഏഞ്ചൽ തൂക്കണം അല്ലെ? ഏഞ്ചൽ ഉണ്ട്, പിന്നെ 3 കിങ്സ് ഉണ്ട്, കുറെ ഷെപ്പേർഡ്സ് ഉണ്ട്, പിന്നെ മേരി ഉണ്ട്, ജോസഫ് ഉണ്ട്, ജീസസ് ഉണ്ട്. ഈ ക്രിപ്പിലെ ആൾക്കാരെല്ലാം എങ്ങോട്ടാണ് നോക്കുന്നത്? എങ്ങോട്ടാണ് നോക്കുന്നത്? They all are looking at, gazing at a single person, that is Jesus Christ. Jesus, baby Jesus like ഈ സ്റ്റാച്യൂസ് എല്ലാം ഫേസ് ചെയ്തേക്കുന്നത്. What it means? ലോകം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് നോക്കുന്ന സമയമാണ് ക്രിസ്മസ്. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കരഞ്ഞു, അപ്പോ ലോകം മുഴുവൻ ആ കുഞ്ഞിലേക്ക് നോക്കി. ഇനോ നമ്മള് ജനിക്കുമ്പോ നമ്മൾ കരയും, എല്ലാവരും ചിരിക്കും. നമ്മൾ മരിക്കുമ്പോൾ എല്ലാവരും കരയും, മരിച്ചവൻ ഇതെല്ലാം കണ്ട് ചിരിക്കും അല്ലെ? സുഖമായിട്ട് അങ്ങനെ. ഈ ലോകം മുഴുവൻ ദൈവം കരഞ്ഞപ്പോൾ സന്തോഷിച്ച ദിവസമാണ്. ദൈവം കരഞ്ഞു എന്തിനു വേണ്ടിയാ? ടു സേവ് us, ടു ഗിവ് us salvation, ടു ഗിവ് us peace. നമുക്ക് സമാധാനം നൽകാൻ, ശാന്തത നൽകാൻ, എല്ലാത്തിനും വേണ്ടി ദൈവം കരഞ്ഞ ഒരു ദിവസമാണ്. ഇനി ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, only for students. Okay, are you ready? Students, are you ready? I will ask you questions. Okay, so I spoke already about the angel on the top of the crib. ഏറ്റവും ക്രിപ്പിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഏഞ്ചൽ ഉണ്ട്. ഈ ഏഞ്ചലിന്റെ പേരറിയാവുന്ന കൈവിട്ടാവും? പേരറിയാവുന്ന പ്ലീസ്? Yeah. No, you are not LKG UKG student. Please, I'm sorry. LKG UKG student ആർക്കെങ്കിലും അറിയാമോ ഏഞ്ചലിന്റെ പേരെന്താണ്? പറ ആരാ?
ഏഞ്ചൽ ഗബ്രിയേൽ. പറഞ്ഞാൽ ടീച്ചർ നോക്കി വെച്ചോളൂ, അവസാനം സമ്മാനം കൊടുക്കുക, നോക്കി വെച്ചോളൂ, പേര് വെച്ചോളൂ. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ഏഞ്ചൽ ഗബ്രിയേൽ. ഇനി ഒരു 3 പേര് കൂടി ഉണ്ട്. ആ 3 കിങ്സ് ഉണ്ട്. ദൂരെ മജായിന്നോ മാഗിന്നോ മജായി നിങ്ങളോട് പറയാം. അവരുടെ പേരുടെ നാക്കുകൾ. ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. 3 കിങ്സ് ആരൊക്കെയാണ് വന്നവർ? 3 കിങ്സ്. ഒരാൾ പേർഷ്യയിൽ നിന്ന് വന്നു, ഒരാൾ ഇന്ത്യയിൽ നിന്ന് വന്നു, ഒരാൾ എത്യോപ്യയിൽ. 3 കിങ്സ് വന്നത് കാണാൻ വേണ്ടി. ആരാ വന്നതറിയാമോ? ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? പിള്ളേരെ വിട്, ആർക്കെങ്കിലും. പിള്ളേരല്ലാത്ത പേരൻസ് ആണെങ്കിൽ എന്റെ വേണ്ടി ഈശ്വരാ, പാവം ക്രിസ്മസ്. നിങ്ങൾ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്തതല്ലേ? അവരുടെ പേരൊക്കെ അറിഞ്ഞിരിക്കട്ടെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴത്തേക്ക്. ആ 3 പേരുടെ പേര്, ഒരാള് ഗ്യാസ്പർ, ഒരാള് മെൽഷർ, ഒരാള് ബെൽഥാസർ. അത് ഗ്യാസ്പർ ഓർത്ത് വെച്ചോട്ടോ, നമ്മുടെ ഇന്ത്യയിൽ പോകേണ്ട പറയുന്നത്. അത് അടുത്തൊരു കാര്യം. പിന്നെ ഒരു ചോദ്യം ഉണ്ട്, ലാസ്റ്റ് ചോദ്യം. നമ്മുടെ ഈ സാന്താക്ലോസിന്റെ പേര് അറിയാമോ? ശരിക്കും ഒറിജിനൽ സാന്താക്ലോസിന്റെ പേര് എനി സ്റ്റുഡൻസ്, എനി LKG സ്റ്റുഡൻസ്, സാന്താക്ലോസിന്റെ പേര് അറിയാമോ? ഈശ്വരാ, ആർക്കും അറിയത്തില്ലേ? ദൈവമേ, ഈ സാന്താക്ലോസ് എല്ലാവരും സാന്താക്ലോസ് ഇപ്പൊ കിട്ടുന്നത്. സാന്താക്ലോസിന്റെ പേരെന്താ? പെട്ടുപോയിട്ടോ, എല്ലാവരും സാന്താക്ലോസ് ഒപ്പി വെച്ചിട്ടുണ്ട്. അറിയാമോ? അത് അമ്മ പറഞ്ഞതല്ലേ ഇപ്പൊ? ഇതൊരു സെയിന്റ് ആയിരുന്നു, സെയിന്റ് നിക്കോളാസ്. സെയിന്റ് നിക്കോളാസ് ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. ഒരു വഴിനീളെ പാവപ്പെട്ട ബാക്കി മനുഷ്യൻ സഹായിക്കാൻ വേണ്ടി വൈകുന്നേരം ഒരു സഞ്ചിയൊക്കെ തൂക്കി ഓരോ വീട്ടിലൂടെ നടക്കും. ഓരോ വീട്ടിലെ സിറ്റുവേഷൻസ് അവർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കും. ഇതാണ് പിന്നീട് പോപ്പുലറൈസ് ചെയ്ത് സാന്താക്ലോസ് ആയി പറയുന്നത്. ഞാൻ ഇതെല്ലാം പറയാൻ കാര്യം വേറെ ലാസ്റ്റ് ചോദ്യം ചോദിക്കാൻ വേണ്ടി. ഈ ക്രിസ്മസിന് എങ്ങനെയാണ് ഈ ചുവപ്പ് കളർ വന്നത്? ക്രിസ്മസിന് എങ്ങനെയാണ് ഈ ചുവപ്പ് കളർ വന്നത്? ആർക്കെങ്കിലും ഓഡിയൻസ് ഇരിക്കുന്നത് ആർക്കെങ്കിലും അറിയാം? ക്രിസ്മസിന് എങ്ങനെയാണ് ഈ ചുവപ്പ് കളർ വന്നത്? ആർക്കും അറിയില്ല. ഇതാണ് എന്റെ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പിള്ളേർക്കുള്ള സന്ദേശമല്ല. പ്ലീസ് മൈ ഡിയർ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ്, പ്ലീസ് നോട്ട്. ഇത് നിങ്ങൾക്കുള്ള സംസാരമാണ്. ഈ ചുവപ്പ് കളർ 1930 വരെ സാന്താക്ലോസ് ഇല്ലായിരുന്നു. സാന്താക്ലോസ് വെളുത്ത നാടിയുള്ള വെളുത്തുടുപ്പിടുന്ന അപ്പൂപ്പനായിരുന്നു. പിന്നെ എങ്ങനെയാണ് ചുവന്ന കളർ ഇതിനകത്ത് വന്നത്? അത് നമ്മുടെ പ്രിയപ്പെട്ട കൊക്കക്കോള കമ്പനി ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്ത് സാന്താക്ലോസിനെ ചുവപ്പാക്കിയതാണ്. ഇപ്പൊ നമുക്ക് എല്ലാം ചുവപ്പല്ലേ. ക്രിസ്മസ് ആയ ചുവപ്പ് വേണം. അതിനു മുമ്പ് പച്ചയും വെള്ളയും മാത്രമായിരുന്നു ക്രിസ്മസിന്റെ കളർ. ഇപ്പൊ പച്ചയും മഞ്ഞയും മാറ്റി ചുവപ്പ് ക്രിസ്മസ് നോക്കി. നമ്മളെല്ലാവരും ചുവപ്പിട്ടിരിക്കുന്നത് എവിടെയും ചുവപ്പ് മാത്രം. പ്രിയപ്പെട്ട മൈ ഡിയർ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ ഈ സമയത്തുണ്ടോ ഞാൻ ഈ ഹിസ്റ്ററി കൂടെ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ശരിയായ ചരിത്രം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കാലഘട്ടത്തിലെ ചരിത്രം തിരുത്തിയിടുകയും തെറ്റായ ചരിത്രം പഠിപ്പിക്കുകയും സ്ഥലങ്ങളുടെ പേര് മാറ്റുകയും പൊട്ടക്കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ശരിയായ ചരിത്രം പഠിക്കണം. ഈ നാടിന്റെ, നമ്മുടെ വീടിന്റെ, ഈ ലോകത്തിന്റെ. ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചരിത്രബോധമുള്ള തലമുറ ഉണ്ടാക്കുകയാണ് ഒരു സ്കൂളിന്റെ ലക്ഷ്യം. ചരിത്രബോധം കൃത്യമായിട്ടുള്ള ഒരു തലമുറ. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗ്രാൻഡ് പേരൻസ്, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്ദേശം, നിങ്ങളുടെ കുഞ്ഞുമക്കളെ കുറച്ച് ചരിത്രമൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം. അവരെ ചിലപ്പോൾ നിങ്ങളെ തന്തമായി ബന്ധപ്പെട്ട കളിയാക്കുമായിരിക്കും. കുഴപ്പമില്ല, നല്ലതല്ല പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുമക്കളെ കുറച്ച് ചരിത്രം പഠിപ്പിച്ച് നല്ലതാ തോന്നും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ ദിവസങ്ങളിൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്. ആരാണ് ഇപ്രാവശ്യം ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്നു? ഗോകേഷ് ബുംരാജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ചോദ്യത്തിൽ മാർക്കില്ല. ഗോകേഷ് ബുംരാജ്, നിങ്ങൾ എല്ലാവരും മത്സരം കഴിയുമ്പോൾ മനോഹരമായിട്ട് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് വീഡിയോ ആയി. മത്സരം കഴിയുന്നു, ലാസ്റ്റ് മൂവിൽ ഗോകേഷ് ജയിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പോയില്ല. നമുക്കറിയാമല്ലോ, ചെസ് കളി കഴിയുമ്പോഴത്തേക്ക് എല്ലാം വെട്ടി ചെസ് പലകയിലുള്ള എല്ലാ സാധനങ്ങളും കരുക്കളെല്ലാം 2 സൈഡിലാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? തിരിച്ച് സകലമായ കരുക്കളും എടുത്ത് എല്ലാവരെയും ഓർഡറിലാക്കി സെറ്റ് ചെയ്ത് അപ്പുറയും ഇപ്പുറയും വെച്ചിട്ട് അതൊക്കെ എഴുന്നേറ്റ് ചെസ് ബോർഡിന് തൊട്ട് മടങ്ങി മാറി ഇരുന്ന് അദ്ദേഹം ഇരുന്ന കസേരയും ഒപ്പം ഇരുന്ന കസേരയും ഒരുപോലെ പിടിച്ചിട്ട് എല്ലാവർക്കും തന്നെ പോയി.
സീനാണ്. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ട വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ സന്തോഷങ്ങളെക്കാൾ ഉപരി അദ്ദേഹം അതിനെ തിരിച്ച് ഓർഡറായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗ്രാൻഡ് പേരൻസ്, നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യുവർ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ടു ടീച്ച് ദ ഓർഡർ ഓഫ് ലൈഫ് ടു ഗ്രാൻഡ് കിഡ്. നിങ്ങളുടെ മക്കളെ നല്ല ഓർഡറുള്ള, നല്ല ലൈഫിന് ഡിസിപ്ലിനുള്ള ഒരു തലമുറയാക്കി വളർത്താനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റവും വലുതാണ്. ഇത് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ അടുത്തിടെ സെയിന്റ് ഫ്രാൻസിസ് സേവറിന്റെ തിരുശരീരം ഗോവയിൽ വെച്ചുകൊണ്ട് ഞാൻ ഗോവൻ തീർത്ഥാടനത്തിൽ പോയി. കുറെ നാൾ ട്രെയിൻ യാത്ര ചെയ്തതാണ്. ഞാൻ ട്രെയിൻ യാത്രയിൽ ഇങ്ങോട്ട് മടങ്ങി വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് രാത്രിയാണ് കയറി പോകണം. ഇങ്ങോട്ട് പകൽ യാത്രയായിരുന്നു. പകൽ യാത്രയിൽ ഞാൻ ഇന്നലെ താഴെ, ഞാൻ മുകളിൽ കിടക്കുകയാണ്. താഴെ രണ്ട് സൈഡിലുള്ള രണ്ട് കപ്പിൾസ്, നോർത്ത് ഇന്ത്യൻ കപ്പിൾസ് ആണ്. രണ്ടുപേർക്കും ഓരോ കുട്ടികളുണ്ട്. പകൽ മുഴുവൻ ഒച്ചകളോ അതെ പിള്ളേരെ തുടങ്ങിയപ്പോൾ ശ്രദ്ധിക്കുന്നത്. രാവിലെ പിള്ളേർ 9 മണിക്ക് എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം ഇറങ്ങുന്ന ഒച്ചകളോ മാത്രമല്ല, നല്ല എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. വഴിക്കിൽ പോകുന്ന എല്ലാ ആൾക്കാരുടെയും എപ്പോഴും ചായ 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 ട്രെയിൻ യാത്രക്കാർക്കറിയാം, എല്ലാ സാധനങ്ങളും ഒരു മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനമായിട്ട് വരുന്ന തലച്ചോറായിട്ട് വരുന്ന ഇറക്കി വെക്കും. പിള്ളേർ ഇഷ്ടമുള്ള ചൂസ് ചെയ്യും. പേരൻസ് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. എന്റെ കൂടെ അച്ഛൻ പറഞ്ഞു, എത്ര നല്ല പേരൻസ് ആണ്, ടൂർ പോകുമ്പോൾ ഇങ്ങനെ വേണം, മക്കൾ ചോദിക്കുന്നത് മേടിച്ചു കൊടുക്കണം, അവർക്ക് നല്ല എന്റർടൈൻമെന്റ് കൊടുക്കണം, അവർക്ക് നല്ല മോഡേൺ ബ്രോഡായി കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരിക്കും. ഉച്ചയായപ്പോഴത്തേക്ക് ഈ അച്ഛൻ തിരിച്ചു പറയുകയാണ്, എന്തൊരു അൺകൾച്ചേർഡ് പേരൻസ് ആയിരുന്നു. കാരണം അറിയാമോ, തറ കാണാൻ പറ്റാത്തത് ലേസിന്റെ കൂട് കൊണ്ട് തറ നിറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മുഴുവൻ തറയകളുണ്ട്, ലഞ്ച് കഴിച്ച മുഴുവൻ തറയകളുണ്ട്. എല്ലാ ബേസിക്കും തറയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. കഴിക്കുന്നു, തറയിലേക്ക് മാറ്റിക്കൊണ്ട് വേസ്റ്റിലേക്ക് പോകാനാണ് ഒരു കൾച്ചർ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, the culture, the virtues begins from home. വീടാണ് ഇതുപോലെയുള്ള മൂല്യങ്ങൾ തുടങ്ങുന്നത്. And school will establish that the culture and virtues that you have at home. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ വാതിൽ ഇരിക്കുകയാണ്. സ്കൂളിൽ വാതിൽ വരുമ്പോഴത്തേക്ക് നല്ല തിരക്ക് സമയമാണ്. സ്കൂൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു പേരന്റ് ബൈക്കിൽ ഒരു കുട്ടിയായിട്ട് വരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ പേരന്റ് ഞാൻ ഓടിച്ചിട്ട് ആ ഓവർടേക്ക് ചെയ്ത് റോങ് ആയിട്ട് കയറി പോകും. ഞാൻ പുറകെ ഒരു കൊച്ച് അള്ളി പിടിച്ചിട്ടുണ്ടില്ല. ഒന്നും അതിന്റെ പേരന്റ് പോകുന്നു. പേരന്റ് ഹെൽമെറ്റ് വെച്ചിട്ടില്ല, പേരന്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇൻഡിക്കേറ്റർ പോലും ഇടാതെ സ്കൂളിനകത്ത് ഓടിച്ചു കഴിഞ്ഞു. ഞാൻ പേടിച്ചു. എന്റെ കർത്തവ്യം കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിനെ കൊണ്ട് ഇറക്കിയിട്ട് ടാഗ് കൊടുത്തിട്ട് ഒരു ഉപദേശം കൊണ്ട് കൊച്ചു ഓടിച്ചു കൊടുത്തു. എന്ത് പ്രയോജനമാണ്? ഒരു കൾച്ചറും കാണിക്കാത്ത, ഒരു ട്രാഫിക് റൂളുകളും പാലിക്കാത്ത, ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് നിയമം പോലും അറിയാത്ത, ഹെൽമെറ്റ് വെക്കാത്ത ഒരു പേരന്റ്, യുവർ ലൈഫ് ഈസ് യുവർ വില്ലേജ്. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ മാതൃകയാക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലാണ് നിങ്ങളുടെ മക്കൾ പഠിക്കേണ്ടത്. ഞാൻ വാദിക്കുന്നപ്പോഴത്തേക്ക് ടീച്ചർ പറയായിരുന്നു, വീട്ടിൽ ഒരു നമ്മുടെ എക്സിക്യൂട്ടീവ് പറയായിരുന്നു, വീട്ടിലൊരു കാര്യം ഉറക്കെ പറയാൻ പറ്റില്ല, കൊച്ചു നാളുകളുള്ള ടീച്ചറോട് പറയുന്നു. ശരിയാ, ഞാനീ കേട്ടത് ടീച്ചർമാരുണ്ട്, അത് സ്കൂളിൽ നിന്ന്. പിള്ളേർ വീട്ടിൽ വന്നില്ല, നിങ്ങൾ സ്കൂൾ വീട് മുഴുവൻ ഞങ്ങൾക്ക് സ്കൂളിൽ അറിയാം. BBC പോലും ഇത്ര നന്നായിട്ട് സ്റ്റിങ് ഓപ്പറേഷൻ നടത്തി ഇവിടെ പ്രതിഫലിപ്പിക്കുന്നില്ല. പ്ലീസ് ബി നല്ല സേഫ് ആയ ഹോം സെറ്റ് ചെയ്യാനുള്ളതാണ് പേരൻസ് യുവർ പ്രൈമറി ഡ്യൂട്ടി. റെസ്റ്റ് ഓഫ് ദ തിങ് വി വിൽ ഡു ഹിയർ. നിങ്ങൾ പ്രൈമറി സെറ്റിംഗ്സ് വീട്ടിൽ നടക്കുക, ബാക്കി അംഗം ഞങ്ങളുണ്ട്. അപ്പോ എല്ലാവർക്കും സ്നേഹപൂർവ്വം മെരി ക്രിസ്മസ്. സമാധാനം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. മൂല്യം നിങ്ങൾ വളർത്തട്ടെ. ചരിത്രബോധമുള്ള മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരട്ടെ. നല്ല ഓർഡറുള്ള, സമാധാനമുള്ള, സ്നേഹമുള്ള കുടുംബങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ. ക്രിസ്മസിന്റെ അൾട്ടിമേറ്റ് സന്ദേശിച്ചുള്ളൂ. പീസ് ബി വിത്ത് യു. എല്ലാവർക്കും സമാധാനം. ആ
Stacey Vincent join us today as our guest of honor.
representing our beloved grandparents. I request our esteemed guest of honor to share his Christmas message with us. Welcome. ഇതൊക്കെ വായിച്ചിട്ട് ഈ അമ്മ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പം വരുന്നത്. അപ്പം എന്താണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ അവരോട് ഇങ്ങനെ ഒരു കുട്ടി എഴുതിയിരിക്കുകയാണ്. എനിക്ക് ടി വി ആകണമെന്ന് പറഞ്ഞതിന് കാരണം വീട്ടിലാരും ശ്രദ്ധിക്കുന്നില്ല, ഈ ടി വി മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പം ആ കുട്ടി വളരെ വിഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ടി വി ആകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അച്ഛനും പറഞ്ഞു വളരെ കഷ്ടമായി പോയി കേട്ടോ, എന്തായാലും ആ കുട്ടിയുടെ കാര്യം വളരെ കഷ്ടമാണ്, ആ പേരൻസ് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത് വളരെ മോശമാണ്. അപ്പൊ അമ്മ പറഞ്ഞ് ഈ എഴുതിയിരിക്കുന്നത് നമ്മുടെ മോൻ തന്നെയാണ് കേട്ടോ, നമ്മുടെ മോനാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വീട്ടിലും ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ ആരുമില്ല. അവര് ജോലിയും തിരക്കും കഴിഞ്ഞ് വന്ന് ടി വി കാണുന്നു, കുട്ടിയോട് യാതൊന്നും സംസാരിക്കാനില്ല, കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിക്ക് യാതൊന്നും ആ സ്കൂളിലെ കാര്യങ്ങളോ മറ്റൊന്നും പറയാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ഇത് തന്നെയല്ലേ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നടക്കുന്നത്. നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് വേണ്ടി അച്ഛനോട് സംസാരിക്കുന്നുണ്ടോ? കുട്ടികളോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടോ? നമ്മളെല്ലാം തിരക്കിലാണ്. അപ്പൊ ഈ തിരക്കുകൾ വിട്ടിട്ട് ഒരു ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ 2025 വർഷത്തില് ഒരു അരമണിക്കൂർ കുട്ടികളോട് കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഇത് പേരൻസിനുള്ള ഉപദേശമാണ്, പേരൻസിനും ഗ്രാൻഡ് പേരൻസിനുള്ള ഉപദേശമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഹൈസ്കൂൾ സെക്ഷനിലെ, ഈ സ്കൂളിലല്ല വേറെ സ്കൂളിലെ ഒരു കാര്യത്തിന് പോയി, ഒരു പ്രശ്നത്തിന് പോയപ്പോൾ ഒരു കാര്യം ചോദിച്ചു, പേരൻസിനോട് ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടികളുമായിട്ട് ഏതെങ്കിലും വൃത്തസാധനത്തിലോ മെന്റലി ചലഞ്ചായിട്ടുള്ള സ്ഥാപനങ്ങളിലോ നിങ്ങൾ പോയിട്ടുണ്ടോ? ആ കുട്ടികളോട് പോയി അവരോട് ഇരുന്ന് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഒരു 90% വീടുകളിലും ഇങ്ങനെയുള്ള യാതൊരു കാര്യം, പണ്ടൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിലും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകാനല്ല പറഞ്ഞു. ഈ കോവിഡ് വന്നതിന് ശേഷം അങ്ങനെ ആശുപത്രി പോകാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പേരൻസ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികളെ ഇങ്ങനെ മെന്റലി ചലഞ്ചായിട്ടുള്ള സ്ഥാപനങ്ങളിൽ വൃത്തസാധനങ്ങളിലൊക്കെ കൊണ്ടുപോകണം. ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കണം. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ കുട്ടികൾ അറിഞ്ഞു വേണം വളരാൻ. അതിന് നമ്മൾ തയ്യാറാകണം. ഈ കുട്ടികൾ നമ്മളെ ഇഷ്ടം പോലെ എന്ത് വാങ്ങിച്ചു കൊടുക്കാൻ അതൊന്നും കുഴപ്പമില്ല, പക്ഷേ അവരും സമൂഹത്തിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അറിഞ്ഞു വളരണം. ഈ ഒരു സന്ദേശമാണ്, ഈ 3 കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ ഭക്ഷണമൊന്നും വേസ്റ്റ് ആക്കാതിരിക്കണം. കുട്ടികൾ ടി വിയും മൊബൈലും ഒന്നും ആകാതെ ഇരിക്കാൻ പേരൻസ് ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം അവരോട് കൂടി സ്പെൻഡ് ചെയ്യണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വൃത്തസ്ഥാനത്തിലോ ഈ പറയുന്ന മെന്റലി ചലഞ്ച് ആൾക്കാരോട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്ന സന്ദേശം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് നവവത്സര ആശംസകൾ. I would like to
എവിടെയുണ്ട് എവിടെയുണ്ട് ഇന്ന് കർത്താവൻ ഇവിടെയുണ്ട് അകലിന്റെ കടലിലുണ്ട് ഇന്ന് താങ്ങായവൻ മാലകാരാതിരുന്നേന്റെ വേഗത്ത് ചാവലിനും വിടക്കാലവൻ An angel came to see me. Mary, she was doing laundry. And then the angel looked at her and showed her a scared. So Gabriel was like, Mary, you're gonna have what? Mary, you're gonna have a baby. You're gonna have a baby. We will call him Jesus. And the Mary was like, I'm not gonna have a baby yet. I'm going to get Mary. Then the angel Gabriel told Joseph that Mary is not lying. You are having a dream. And so they met up. They went to Bethlehem, which was in Joseph's old town. They tried to go to a hotel and they asked the keeper for a place to stay. The keeper said, "We have no rooms. Literally, no rooms." So Mary and Joseph walked away sadly, but then he said, "The only place here in Bethlehem that you can stay is a stable." And then he just pointed the way and they followed. When the shepherds were taking care of the sheep, they saw angels. The angel said, "A new baby gave birth, who is King of the Jews." And then the shepherds said, "I think we should go there and eat it." Second, because they said, "Yeah, I agree with you." And the others said, "Yeah, me too." They had to walk through a bunch of grass and bushes. Maybe have to camp out at night. The angel were singing.
New baby is gonna change the world.
Christmas celebration. Thank you all for being a part of this joyous occasion. We wish you all a Merry Christmas and a